നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ 2023 വരെ കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴി 5556 കോടി രൂപ ഈ ഗവൺമെൻറ്റിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇത് വകുപ്പ് മന്ത്രി തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ്. ഇതിൽ നിന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രം 230 കോടി രൂപയിലധികം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ പണം ലഭ്യമാക്കിയിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വിഭവമൊരുക്കൽ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ആവശ്യത്തിന് ഡോക്ടർമാർ, ആവശ്യത്തിന് നഴ്സസ്, അറ്റൻഡന്റ്മാർ തുടങ്ങി ഒരു ആശുപത്രിയുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രയും പണം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആശുപത്രികൾ മനുഷ്യരുടെ ജീവൻ രക്ഷാ കേന്ദ്രങ്ങൾ ആകേണ്ടതിനു പകരം ആശുപത്രി, ചില ഡോക്ടർമാർ ആശുപത്രികളിൽ ആരാച്ചാർമാരെ പോലെ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹരിപ്പാട് മരണമടഞ്ഞിട്ടുള്ള മജീദും അതുപോലെ തന്നെ ശ്രീമാൻ രാമചന്ദ്രനും ചികിത്സ ലഭിക്കാതെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞിട്ടുള്ള വേണുവും ഏറ്റവും അവസാനം കോഴിക്കോടിലെ സ്വന്തം ജോലി ചെയ്യാൻ നിർവാഹമില്ലാതെ എൻ്റെ ജീവിതം നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയിലാണ് എന്ന് വേദനിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ സമരരംഗത്ത് വന്ന, ശരീരത്തിൽ കത്രിക വെച്ച് അതിൻ്റെ ദുരന്തം അനുഭവിച്ച ഹർഷീനയും, ഏറ്റവും അവസാനം ആലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഉഷ ജോസഫും ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ആശുപത്രികളിലെ സർജറികളിലെ കെടുകാര്യസ്ഥത അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പം എന്താണ് ഗവൺമെൻറ് ആശുപത്രികൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പൊതുസമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. വലിയ സമരം ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ വലിയ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സമയമില്ല. മുഖ്യമന്ത്രി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ നഷ്ടം? അതിന് നഷ്ടമെന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട രോഗികളുടെ, മേജർ സർജറികൾ നിശ്ചയിച്ചിട്ടുള്ള രോഗികളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടം നമുക്കാണ്. അപ്പോൾ കേരളത്തിൽ പാവപ്പെട്ടവരുടെ, രോഗികളുടെ മേജർ ശസ്ത്രക്രിയകൾ മുടങ്ങി, ആവശ്യമായിട്ടുള്ള OP സൗകര്യങ്ങളെല്ലാം മുടങ്ങി. അപ്പം സർക്കാർ മേഖല സ്തംഭനാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇവിടുത്തെ ഈ ഡോക്ടർമാരുടെ സമരം എന്താണ് എന്ന് കേൾക്കാൻ തയ്യാറാകാതെ കേരളത്തിൻ്റെ സർക്കാർ മേഖലയെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലവനായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനാണ്. കേരളത്തിൽ വലിയ രീതിയിൽ എപ്പോഴും പ്രസംഗിക്കും, ഞാൻ പാവപ്പെട്ടവരുടെ നേതാവാണ്, ഞാൻ പാവപ്പെട്ടവരുടെ മുഖ്യമന്ത്രിയാണ്, ഞാൻ വന്നതിന് ശേഷം പാവപ്പെട്ടവർക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നാടിനെ അതിദാരിദ്ര്യ വിമുക്തമാക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിനെ തകർക്കുന്ന, ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ആശുപത്രികളുടെയും നിലവാരം തകർക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതായത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ
കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സമയത്ത് PPE കിറ്റുകൾ വരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു ആരോഗ്യ മേഖലയിൽ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ ഇവിടെ വലിയ ഒരു കച്ചവടം സർക്കാർ അറിഞ്ഞുകൊണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു കച്ചവടം അവർ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ പേര് P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. ആ കമ്പനി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പൊ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 2021 ശേഷം ഇവിടെ കേരളത്തിൽ ആ കമ്പനി ഒരു ഉപകമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ആ വലിയ കമ്പനി ഈ ഉപകമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് സ്റ്റോൺ ഓൺഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്വാളിറ്റി കെയർ ടു ബൈ കിംസ് കേരള, കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 4 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2021 P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി നൽകിയിട്ടുള്ളതിൻ്റെ അവരുടെ തന്നെ രേഖകളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോ മാധ്യമ പ്രവർത്തകർക്കും കാണാൻ സാധിക്കും. ഇത് വലിയ ഒരു ആശുപത്രി ശൃംഖലയാണ്. ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവിതം വിറ്റുകൊണ്ടാണ് ഈ കമ്പനിക്ക് കേരളത്തിൽ പടർന്ന് പന്തലിക്കാനുള്ള സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഈ 2021 ശേഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർഷം 13 ലക്ഷത്തോളം മേജർ രോഗബാധിതർ ഉൾപ്പെടെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു എങ്കിൽ അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 13 ലക്ഷത്തിനും 15 ലക്ഷത്തിനും വരുന്ന ആളുകൾ ഇൻ പേഷ്യൻസ് ആയിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അഭയം തേടിയിരുന്നപ്പോൾ ഈ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുകയും ഈ കമ്പനി സ്വകാര്യ മേഖലയിലെ ചെയിൻ ഓഫ് കിംസിൻ്റെയും ആസ്റ്ററിൻ്റെയും മുഴുവൻ സ്ഥാപനങ്ങളെയും വാങ്ങുകയും ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ആ രോഗികളുടെ അഡ്മിഷൻ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. 1.3 ലക്ഷം വരുന്ന മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നുവെങ്കിൽ ഈ കച്ചവടം നടന്നതിന് ശേഷം അത് 89,000 മേജർ സർജറികൾ മാത്രമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരാൾ പോലും ചികിത്സ തേടി കേരളത്തിൻ്റെ പൊതുമേഖല ആരോഗ്യ മേഖലയെ സമീപിക്കാത്തത്.
അവരെല്ലാം തന്നെ കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് എന്നുള്ള രീതിയിൽ ചികിത്സ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പാർട്ടി എപ്പോഴും പറയുന്നത് ഞങ്ങൾ സാമ്രാജ്യത്വ മുതലാളിത്വത്തിനെതിരാണ്, ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി 4 കോടി രൂപയോളം അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിക്കൊണ്ട് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ കമ്പനിയെ കേരളത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ തിരുവനന്തപുരം, കൊല്ലം, അവർ വാങ്ങിയിട്ടുള്ള ആശുപത്രികൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഈ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ യാതൊരു ബിസിനസ്സുമില്ലാത്ത ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ഇതിനർത്ഥം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാധാരണക്കാരനോട് നീതി പുലർത്താതെ, ആരോഗ്യ മേഖലയോട് നീതി പുലർത്താതെ ഇത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം പാവപ്പെട്ടവനെതിരായി കേരളത്തിൻ്റെ മണ്ണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും അവസാനം ശ്രീമതി ഉഷ ജോസഫിനും ഈ ദുരിതക്കയത്തിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ അമൃത ഹോസ്പിറ്റലിൽ ശ്രീമതി ഉഷ ജോസഫിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവർ പറഞ്ഞു ചെറിയ ഒരു കൂലി ലഭ്യമായാലും ഒരു ചെറിയ വേതനത്തിന് ഞാൻ ഏതൊരു പണിക്കും, അതായത് വീട്ടുജോലി ഉൾപ്പെടെ ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തി മക്കളെ നോക്കി മകനെ നോക്കി മുന്നോട്ട് വന്ന ആ അമ്മ പറഞ്ഞത്, എൻ്റെ മകന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടിലെ നിത്യനിദാന ചിലവ് തികയാത്തത് കൊണ്ടാണ് അതായത് വളരെയധികം അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള വേദനകളെ വിശദീകരിച്ചു. ഞാനത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇനി ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും അവരുടെ വേദനയും ആ കുടുംബത്തിൻ്റെ ദൈന്യതയും കണ്ടതാണ്. അവർ അമൃത ഹോസ്പിറ്റലിൽ ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവുകയാണ്. അപ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത കേരളത്തിലെ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, അവൻ്റെ ജീവിത മാർഗത്തെ, അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ മുഖ്യമന്ത്രി സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത്. ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടായിരുന്നുവെങ്കിൽ വീണ രാജിവെച്ച് എന്നോ ഒഴിയേണ്ടതായിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2 സ്ത്രീകൾ അവരുടെ പ്രസവാവസ്ഥയിലാണ് മരണപ്പെട്ടത്. അത് മാസങ്ങൾക്ക് മുൻപായിരുന്നു. ഇപ്പം 2 പേർ മരണമടഞ്ഞു കഴിഞ്ഞിട്ടും ഹരിപ്പാട് ഡയാലിസിസിന് വേണ്ടി പോയി ഡയാലിസിസ് ചെയ്യുന്നതിനിടയിൽ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഉപജീവന മാർഗം തേടിയിരുന്ന ആളായിരുന്നു മിസ്റ്റർ മജീദ്. ആ മജീദും ഹരിപ്പാടിലെ ആശുപത്രിയിലെ വൈകല്യം കൊണ്ട്, ഡയാലിസിസിൻ്റെ പിഴവ് കൊണ്ട് ആ ഹരിപ്പാടിൽ അദ്ദേഹത്തിന് നീതി കിട്ടാതെ രോഗം അത്രയും മാരകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിൽ അധികൃതർ ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടോ? കാർഡ് ഇല്ലെങ്കിൽ ഉടൻ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഇത് തന്നെയാണ് മജീദിന്റെ കുടുംബത്തോടും പറഞ്ഞത്. അപ്പോൾ ഡയാലിസിസിന്റെ പിഴവ് മൂലം, ആ ആശുപത്രിയുടെ പിഴവ് മൂലം വലിയൊരു ആശുപത്രി എന്ന് പറഞ്ഞ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെയും ആ മനുഷ്യരോട് നീതി പുലർത്താൻ സാധിക്കുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നില്ല, അവർ അറ്റൻഡ് ചെയ്യാൻ ആളുകളില്ല എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ തുടരുകയാണ്. ഇപ്പോൾ ഈ 3 വർഷത്തിനകം 5556 കോടി. അതായത് ചികിത്സാ പിഴവുകൾ എന്തുകൊണ്ട് വരുന്നു എന്നതിനെ കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിക്കേണ്ടത് ആണല്ലോ. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യർ, ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത വ്യക്തികൾ, അവരവരുടെ സർജറിക്ക് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി കൊടുക്കേണ്ടതിന് പകരം അവർ മരണമടയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ബോധം
മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് വിധേയനായാൽ നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല എന്നുള്ള സൂചനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൂടെ നൽകുന്നത്. വേണു എന്താണ് നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത്? അതികഠിനമായിട്ട് രോഗം ബാധിച്ചുകൊണ്ട് ചെന്ന് അവിടുത്തെ സാഹചര്യക്കുറവ് മൂലം വേണു മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേദന നിറഞ്ഞ വാക്കുകളാണ് ഞാനും നിങ്ങളും പുറം ലോകം കേട്ടത്. അപ്പൊ ഇന്ന് വീട്, ഒരു 5 സെന്റ് വീടുള്ളവനാണെങ്കിലും ഒരു വലിയ അസുഖം വന്നു കഴിഞ്ഞാൽ വീട് വിറ്റ് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കണം, നിങ്ങൾക്ക് ജീവിതം കിട്ടണമെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ മനുഷ്യരുടെ ഉപബോധ മനസ്സിലേക്ക് തന്ത്രപൂർവം എത്തിച്ചു കൊടുക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ്. ആർക്കും ധൈര്യമില്ല. കാരണം ഓപ്പറേഷന് പോകുന്ന ആളുടെ സർജറി കഴിഞ്ഞാൽ സർജറിക്ക് ഉപയോഗിച്ച വസ്തുക്കൾ തുന്നിക്കെട്ടി കൊടുക്കുക, കുപ്പിച്ചില്ല് കയ്യിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി ഒരു സാധാരണക്കാരൻ ആശുപത്രിയെ സമീപിക്കുമ്പോൾ കുപ്പിച്ചില്ല് കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ തുന്നിക്കെട്ടി കൊടുക്കുക. നമ്മുടെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയി അവസാനം കൈ പഴുത്ത് കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവുക. അപ്പൊ എന്ത് ബോധമാണ്, എന്ത് സൂചനയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഇവിടുത്തെ സാധാരണക്കാരന് അവരുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഇത് വർദ്ധിക്കുമ്പോൾ, ഈ ചിന്ത വർദ്ധിക്കുമ്പോൾ 5 സെന്റ് സ്ഥലം വിറ്റാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള തോന്നൽ ആശുപത്രിയിലേക്ക് പോകുന്ന സാധാരണക്കാരന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കാത്തത്? എന്നെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്ര കണ്ട് വിട്ടുവീഴ്ചയുണ്ടായിട്ടും ആ മന്ത്രിയെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ചുമതലയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ശ്രീമതി വീണ ഇത്ര ധൈര്യത്തോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അഹന്തയോടുകൂടി സംസാരിക്കുന്നത്? എന്താ അതിന്റെ കാരണം? കോട്ടയം മെഡിക്കൽ കോളേജിൽ മകളുടെ കൂടെ കൂട്ടിരിക്കാൻ പോയ അമ്മ കെട്ടിടം തകർന്നു വീണ് മരിച്ചു. ആ കെട്ടിടം തകർന്നു വീണ് മരിക്കുമ്പോഴും, ആശുപത്രിയിലെ ഗർഭിണികൾ മരണപ്പെടുമ്പോഴും, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും, സർജറി ചെയ്ത ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഇത്ര ധൈര്യത്തോടുകൂടി എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി മുന്നോട്ട് പോകുന്നത്? മന്ത്രിമാർ ഉള്ളിൽ ചിരിക്കുകയാണ്. അവർക്കെല്ലാം കാര്യമറിയാം. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ പരിശ്രമിക്കുന്നത് ഇവിടത്തെ സാധാരണക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലെന്നും ഈ പാർട്ടിയുടെ നേതൃത്വവും ഈ പാർട്ടിയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള പിണറായി വിജയനും ഈ അമേരിക്കൻ ലോബിയുമായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടത്തെ എല്ലാ മന്ത്രിമാർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുക? ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ആരോഗ്യ മേഖലയിലെ ഈ തെറ്റുകളെ കുറിച്ച് അടിയന്തരമായി പരിശോധന നടത്താൻ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴുന്നത്? അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം തന്നെ അവരെപ്പോഴും പറയും, സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നാണ് അവർ പറയാറ്. അപ്പൊ സാമ്രാജ്യത്വ ബൂർഷ്വാ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി 2021 ഈ 4 കോടി രൂപ എന്തടിസ്ഥാനത്തിലാണ് വാങ്ങിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച്
നയം സംസാരിക്കുന്ന ശ്രീമാൻ MA ബേബി പൊതുസമൂഹത്തോട് ഇതിനൊരു ഉത്തരം പറയണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 5000 കോടി രൂപയിലധികം കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടും ഇങ്ങനെ മനുഷ്യർ കേരളത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി ഇന്നലെ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും എന്നും ഞങ്ങൾ കരുതുകയാണ്. കൊടുത്തതല്ലേ?